നട്ടുച്ചക്ക് സൺകിസ് അടിച്ചിട്ട് എടുക്കാന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. കേരള ആകെ ഇലക്ഷന്റെ ചൂടിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട്. ഇതിന്റെ ആദ്യ പടിയാണ് ലിറിക്സ് എഴുതല്. അതിന്റെ ഷോൺ ഇംഗ്ലീഷ് കാണണേ. ഓ എന്താ പോന്റെ നോട്ടം. കുളിച്ചൊരുങ്ങി നേരെ സ്റ്റുഡിയോക്ക്. ആദ്യം പോണത് ചാപ്പനങ്ങാടിക്ക്, നമ്മൾ സുഫാന്റെ അടുത്ത്. ഇതാണ് ഫോർച്യൂൺ സ്റ്റുഡിയോ. ഈ പരിസരത്തൊന്നും ഇമാതിരി ക്വാളിറ്റിയുള്ള മൈക്ക് ഞാൻ കണ്ടിട്ടില്ല. അജാതി ക്വാളിറ്റിയാണ് ഇവിടുത്തെ മൈക്കൊക്കെ. ഇവിടുന്ന് UDF വേണ്ടി 2 പാട്ടും പാടി അതിന്റെ വീഡിയോയും എടുത്ത്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി, പോസ്റ്റ് ചെയ്യണം കേട്ടോ. സംഭവം ആ വീഡിയോസിന് നല്ല റീച്ച് ഉണ്ട്, നല്ല ഫോളോവേഴ്സും കയറിയിരിക്കണ്. താങ്ക് യു കേട്ടോ. പാട്ട് റെക്കോർഡ് കഴിഞ്ഞ് പൊണ്ടാട്ടിനെ നേരെ ഓളെ വീട്ടിലാക്കി കൊടുത്തു. എന്നിട്ട് നമ്മളെ വണ്ടിനോട് ബൈ ബൈ പറഞ്ഞ് കൂട്ടുകാരന്റെ കൂടെ അടുത്ത സ്റ്റുഡിയോക്ക്. അടുത്ത സ്റ്റുഡിയോ വരുന്നത് കക്കാടാണ്. സ്റ്റുഡിയോ ഓന്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അവിടെ എപ്പോൾ പോയാലും ഓന്റെ അമ്മാന്റെ വക ഒരു കട്ടൻ ഉണ്ടാകും. അതൊരു നേക്കാണ്. ഇതാണ് ഓന്റെ വീട്ടിലേക്കുള്ള റോഡ്. സിറാത്തുപാലം ഇതിലും വലുതേക്കാരം. ആദ്യം പഠിച്ചവനോടും പിന്നെ മനസ്സിനോടും പറഞ്ഞ് ഒറ്റപ്പിടുത്തം പിടിച്ചു. ഇവിടുത്തെ ഭരണാധികാരികൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലേക്കാരല്ലേ. ബദിരീങ്ങളെ കാവലുകൊണ്ട് ഞങ്ങൾ ഓൻ്റെ വീട്ടിലെത്തി. ഒന്നും നോക്കിയില്ല, നേരെ റെക്കോർഡിലേക്ക്. ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യ എന്ന മഹാരാജ്യം. റെക്കോർഡ് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിലേക്ക്. ക്രിക്കറ്റ് ഒന്നും ഇല്ലാതെ എന്ത് ജീവിതം അല്ലേ. എല്ലാ തിരക്കും കഴിഞ്ഞ് വൈകുന്നേരം നാട്ടിലൊരു ക്രിക്കറ്റ്. ആഹാ അന്തസ്. ഇത് പിന്നെ പറയണ്ടല്ലോ, ഓരോ കളി കഴിഞ്ഞാലും ഇത് നിർബന്ധം. അപ്പൊ ആരെങ്കിലും ഇന്നെ കേട്ടത് വരെ നിന്നിട്ടുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കാട്ടാ.